ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ ഈ ന്യൂസ്? ഇല്ല. കാര്യം നമ്മൾ കണ്ടെങ്കിലും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കും. പൂർണ്ണ നഗ്നയായിട്ട് ഒരു പെങ്കൊച്ച് ഒരിടത്തുനിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു ജീവനും കൊണ്ട്. കാര്യം വേറൊന്നുണ്ടല്ല, ബ്രൂട്ടലി പീഡിപ്പിക്കപ്പെട്ടു. അതായത് കാമുകനുമായിട്ട് അടഞ്ഞിടുന്നൊരു ഫ്ലാറ്റിന്റെ 10ാം നിലയിൽ കയറിപ്പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ മദ്യപിച്ചുകൊണ്ടിരുന്നവന്മാർ കത്തി കാട്ടി കാമുകനെ സൈഡാക്കിയിട്ട് പെൺകുട്ടിയെ മണിക്കൂറുകളോളം ബ്രൂട്ടലി പീഡിപ്പിച്ചു. അവസാനം ജീവനും കൊണ്ട് അവൾ തുണിമണിയില്ലാതെ ഇറങ്ങി ഓടേണ്ടി വന്നു. ഇങ്ങനൊരു ന്യൂസ് വന്നു. പക്ഷെ ഇവിടെ അധികം ആരും ചർച്ചയ്ക്ക് എടുക്കുകയോ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും വലിയ വാർത്തയാവുകയോ ഒന്നും ചെയ്തില്ല. കാര്യം ഇവിടെ തെറ്റുകാരി പെൺകുട്ടിയാണ്. പെണ്ണ് എന്തിനു കയറിപ്പോയി? അവള് വളരെ വലിയ വിദ്യാഭ്യാസമുള്ള MBA വിദ്യാർത്ഥിനിയാണ്. അറിവും ലോകവിവരമൊക്കെ ഉള്ള ഒരാളാണ്. അവൾ ഈ രാത്രി എന്തിന് ഈ കാമുകനോടൊപ്പം ഈ അടഞ്ഞു കിടന്ന ഫ്ലാറ്റിൽ കയറിപ്പോയി? ഈ ന്യൂസ് വന്ന മാധ്യമത്തിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, പോയി ഇരന്ന് മേടിച്ച പണിയല്ലേ, അവൾ എന്തിന് കയറിപ്പോയി, ചെന്ന് കയറി കൊടുത്തോണ്ടല്ലേ അവന്മാർ പീഡിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ബഹുഭൂരിപക്ഷം കമൻറ്റും പെണ്ണിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കില്ല. ആൾക്കാർ ചോദിക്കുന്നതല്ലേ തന്നെ, അവൾക്ക് വേണം, അവൾ ചെന്ന് കയറി കൊടുത്തോണ്ടല്ലേ. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ, ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അത് ഏത് സാഹചര്യം ആയിക്കോട്ടെ, അവളെ പീഡിപ്പിക്കേണ്ടതാണ് എന്ന് തോന്നാൻ എന്താണ് കാരണം? അങ്ങനെ പീഡിപ്പിക്കേണ്ടതാണോ? ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു സാഹചര്യം എന്തോ ആയിക്കോട്ടെ, നമ്മുടെ മുന്നിലേക്ക് വന്ന് പെടുകയാണ്. അപ്പോൾ അവളെ ആ സമയത്ത് നമുക്ക് പീഡിപ്പിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം ഇത് എവിടെ നിന്ന് വരുന്നു? ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യുന്ന പോലെ ഇത് ശരിക്കും ഒന്ന് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഇത്തരം ചിന്തകൾ വരുന്നു എന്നുള്ളതാണ് കാര്യം. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരു പെൺകുട്ടിയെ നമ്മുടെ മുന്നിൽ കാണുന്നു, കൂടെ ഉള്ളവന് അതിനുള്ള കഴിവില്ല, അവളെ സംരക്ഷിക്കാനുള്ള കഴിവില്ല, അവൾക്കും വലിയ ശക്തിയൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ്, ചുറ്റുപാടും നമുക്ക് അനുകൂലമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവളെ നമ്മൾ സംരക്ഷിക്കുകയാണോ വേണ്ടിയിരുന്നത്, അതോ ഇതുപോലെ സംഘം ചേർന്ന് ബ്രൂട്ടലി പീഡിപ്പിക്കുകയായിരുന്നോ വേണ്ടിയിരുന്നത്? പിന്നെ ഇങ്ങനെ പോയി പണി മേടിക്കുന്ന സഹോദരന്മാരോടാണ്, എറണാകുളം സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഫെസിലിറ്റീസ് ഒന്നുമല്ല. കാര്യം ഇഷ്ടം പോലെ ഓയോ റൂമുണ്ട്, ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട്. നിങ്ങൾക്കൊക്കെ കഴപ്പ് മൂക്കുമ്പോൾ നേരെ അങ്ങോട്ട് പോയാൽ പോരെ. എന്തിനാണ് കൂടെ വരുന്ന ഒരു പെൺകുട്ടി നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൂടെ വരുമ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ഇത്തരം ആൾക്കാർ തമ്പടിക്കാൻ വളരെ സാധ്യതയുള്ള ഇതുപോലെ അടഞ്ഞടക്കുന്ന കെട്ടിടങ്ങളിലേക്കും ഒഴിഞ്ഞടക്കുന്ന സ്ഥലങ്ങളിലേക്കും ഒക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് പണി ഇരന്ന് മേടിക്കുന്നത്? പിന്നെ പീഡിപ്പിച്ചവന്മാരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത കണ്ടായിരുന്നു. അതിനപ്പുറം വേറെ വാർത്തകളോ ചർച്ചകളോ